ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 57-ാം വാക്യം. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ നീ സ്വീകരിച്ചാല് നിന്റെ ഉള്ളില് ആ ദൈവം എന്നും വസിക്കും. നിനക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് പലപ്പോഴും നമ്മൾ മാറ്റിവെക്കുന്നതും ഇത് വിശുദ്ധ കുർബാനയാണ്. കുർബാനയുടെ ശ്രേഷ്ഠത, അതിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തില് മനസ്സിലാക്കാനായിട്ട് ഇന്നോളം നമുക്ക് സാധിക്കാതെ പോവുകയാണ്. ചടങ്ങ് തീർക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. കുർബാന മാറ്റിവെച്ച് മറ്റു പലതിനും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വേണ്ടത് അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ ഞാൻ മാറ്റിവെക്കുകയാണ്. ആ കുർബാനയാകുന്ന ഈശോയെ അനുഭവിക്കാനായിട്ടോ അവനെ സ്വീകരിക്കാനായിട്ടോ അവനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ജീവിതത്തില് മുന്നോട്ട് പോകുവാനായിട്ടോ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് വചനത്തിലൂടെ ഈശോ ഒന്നോട് ഓർമ്മിപ്പിക്കുക, നിന്റെ ജീവിതത്തില് നിത്യജീവൻ നേടിയെടുക്കണമെങ്കിൽ, എന്നും ഞാൻ നിന്റെ കൂടെ വസിക്കണമെങ്കിൽ നീ കുർബാനയെ സ്നേഹിക്കേ. കുർബാനയാകുന്ന ഈശോയെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിനക്ക് ഓടിയെത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നിന്റെ ദേവാലയമാണ്. നിന്റെ ഇടവക ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയില് നിന്റെ പ്രയാസങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും നിനക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചാല് സ്നേഹമുള്ളവരെ, അതിനേക്കാൾ വലിയ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. കാരണം കുർബാനയിൽ ദൈവകരങ്ങളില് അവന്റെ ശരീരത്തോടും രക്തത്തോടുമൊപ്പം നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആത്മാർത്ഥമായിട്ട് നിനക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചാല് ആ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്റെ ജീവിതത്തില് നിനക്ക് അനുഗ്രഹം ഉണ്ടായിരിക്കും. നിന്റെ ജീവിതത്തില് നിനക്ക് സമാധാനം ഉണ്ടാവും. കാരണം ഞാൻ എൻ്റെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു. സ്നേഹമുള്ളവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കുർബാനയിൽ ഞാൻ പങ്കെടുക്കാറുണ്ടോ? എങ്ങനെയാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്? പലപ്പോഴും അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കാം ഞാൻ. മടി കാണിച്ചുകൊണ്ട് അത് മാറ്റിവെക്കുമ്പോൾ എൻ്റെ ദൈവത്തെയാണ് ഞാൻ മാറ്റിവെക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട്. കാരണം ദൈവം എൻ്റെ ഉള്ളിലുള്ളപ്പോൾ മാത്രമേ എനിക്ക് സമാധാനത്തില് സന്തോഷത്തില് ജീവിക്കാനായിട്ട് സാധിക്കണം. തമ്പുരാനന്റെ ഉള്ളിലേക്ക് വന്നു വസിക്കുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ നിമിഷമെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ കൂടുതൽ സ്നേഹിക്കാം. കുർബാനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുവാനായിട്ട്, ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട്, വിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ സമാധാനത്തില് സന്തോഷത്തില് ജീവിത അവസാനം വരെ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.